രണ്ട് ഹദീസുകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. നമ്മളൊക്കെ ഖബറിന്റെ കൗതുകങ്ങൾ കാണുന്നവരാണല്ലോ, ഖബറിന്റെ കൗതുകങ്ങൾ കാണുന്നവരാണല്ലോ. എന്നാൽ ഒന്നാമതായി നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമുക്കൊരാളെ ഖബറടക്കേണ്ട രംഗമുണ്ടായാൽ റസൂലുള്ളാഹി പറയുകയാണ്, ഇദ്ഫനൂ മൗതാകും വസത ഖൗമിൻ സ്വാലിഹീൻ. നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളെ നിങ്ങൾ നല്ല ആളുകൾ കിടക്കുന്നിടത്ത് കൊണ്ടുപോയി കിടക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മളുടെ പള്ളികളിലൊന്നും അതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കൂല, നമ്മുടെ ഭാഗ്യത്തിനനുസരിച്ചായിരിക്കും അത് വരിക. എന്തുകൊണ്ടെന്നാൽ ഫഇന്നൽ മയ്യിത യതഅല്ലാ ബിജാരിസൂ. കള്ളുകുടിയനാണെങ്കിൽ, വ്യഭിചാരിയാണെങ്കിൽ ഈ വ്യക്തിക്ക് ഖബറിനുള്ളിൽ അനുഭവിക്കുന്ന ശിക്ഷ ഇവന്റെ അയൽക്കാരന് ബാധിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികൾ ചോദിച്ചു, വഹൽ യൻഫഉൽ ജാറുസ് സാലിഹു ഫിൽ ആഖിറ. അങ്ങനെയാണെങ്കിൽ ഒരു നല്ല അയൽവാസിയെയാണ് കിട്ടിയതെങ്കിൽ അതവന് ഉപകാരപ്പെടുമോ? അതേ, ഉപകാരപ്പെടും. റസൂലുള്ളാഹി ചോദിച്ചു, ഹൽ യൻഫഉ ഫിദ് ദുനിയാ. ദുനിയാവിൽ ആ വ്യക്തിക്ക് ഉപകാരപ്പെടുമോ നല്ല അയൽവാസി? ഉപകാരപ്പെടുമെന്ന് പറയേണ്ടതില്ലല്ലോ. കദാലിക യൻഫഉ ഫിൽ ആഖിറ. അങ്ങനെയാണെങ്കിൽ അല്ലാഹുവിന്റെ അടുക്കൽ പരലോകത്തും ഈ വ്യക്തിക്ക് നല്ല അയൽവാസി ഉപകാരപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. എല്ലാവരും സ്വലാത്ത് ചൊല്ലൂ, മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പൊ അതൊരു ഭാഗ്യമാണ്. വേറെ ഒരു ഹദീസ് ഇങ്ങനെയാണ്, നിങ്ങൾ ഖബറിന്റെ ഉള്ളിലേക്ക് എത്തി നോക്കരുത്. ലാ തത്വലിഉ ഫിൽ ഖബർ. നിങ്ങൾ ഖബറിന്റെ ഉള്ളിലേക്ക് എത്തി നോക്കരുത്. ലാ തത്വലിഉ ഫിൽ ഖബർ. നിങ്ങൾ ഖബറിനുള്ളിലേക്ക് എത്തി നോക്കരുത്. നമ്മൾ ഖബറടക്കാൻ പോയ അങ്ങനെ ആയിരിക്കും, ഇത് വലിപ്പം കൂടുതലാണ്, ഇത് ആഴം കുറവാണ്, ഈ തടിയൻ എങ്ങനെയാണ് അതിന്റെ ഉള്ളിൽ കിടക്കുന്നത്, ഇങ്ങനെയൊക്കെ അഭിപ്രായം പറയുമ്പോ നമ്മൾ ഓർക്കണമല്ലോ. ഹബീബായ റസൂലുള്ളാഹി പറയുകയാണ്, ഫലഅസാ അൻ തഹുല്ലൽ ഉഖദു ഫതറാ ഹയ്യതൻ സൗദാ മുതവഖതൻ ഫീ ഉനുഖിഹി. ഒരു പക്ഷേ ആ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ പെട്ടെന്ന് തന്നെ അവന്റെ ശിക്ഷ നടപ്പാക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞേക്കാം. അതുകൊണ്ട് ആ ശിക്ഷ അത്രമേൽ വേഗത്തിൽ അവന് ലഭ്യമാകുന്ന കാഴ്ച നിങ്ങൾ കാണേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വബോധവും നിങ്ങളുടെ ബുദ്ധിയുമെല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്നത് കാരണത്താൽ നിങ്ങൾ ഖബറിനുള്ളിലേക്ക് എത്തി നോക്കരുതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, ഇന്നൽ മുഅ്മിന ഇദാ മാത. ഒരു സത്യവിശ്വാസിയായ ആള് മരിച്ചു കഴിഞ്ഞാൽ തജമ്മലത്തിൽ മഖാബിറു ലിമൗതിഹി. ഭൂമിയിലുള്ള മുഴുവൻ ഖബറടക്കപ്പെടുന്ന സ്ഥലങ്ങളും ഈ മനുഷ്യനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നതാണ്. ഫലൈസ മിൻഹാ ബുഖഅത്തുൻ ഇല്ലാ വഹിയ തതമന്നാ അയ്യുദ്ഫന ഫീഹാ. ഭൂമിയിലുള്ള ഓരോ ഭാഗങ്ങളും എന്റെ സഹോദരി സഹോദരന്മാരെ, ആ മനുഷ്യന്റെ മയ്യിത്ത് എന്റെ മുകളിൽ എന്റെ ഇടയിൽ അടക്കപ്പെട്ടിരുന്നെങ്കിൽ എന്ന് മോഹിക്കും. എന്നാൽ വഇന്നൽ കാഫിറ ഇദാ മാത. ഒരു അവിശ്വാസിയാണ് മരിക്കുന്നത്, ഒരു നന്ദി കെട്ടവനാണ്, തെമ്മാടിയാണ് മരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അമുലമത്തിൽ മഖാബിറു ലിമൗതിഹി. ഇവന്റെ മരണം കാരണം ഖബറുകൾ മുഴുവൻ ഇരുട്ടിൽ മൂടുകയും അതിൽ നിന്നുള്ള ഓരോ ഭാഗവും അല്ലാഹുവിനോട്, പടച്ചവനെ ഈ മനുഷ്യൻ ഇവിടെ ഖബറടക്കം ചെയ്യപ്പെടല്ലേ എന്ന് അല്ലാഹുവിനോട് പറയുകയും ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കണം, നമ്മൾ പേദിലാ പെടുക. ഏറ്റവും നല്ല മയ്യിത്തുകൾ അടക്കപ്പെട്ടത് ഏറ്റവും നല്ല കൂട്ടുകാർക്കിടയിലും ഏറ്റവും നല്ല അയൽക്കാർക്കുമിടയിലുമാണ്. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ആ റൗള നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അല്ലേ?
നബിയുടെ അയൽവാസി അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. പ്രവാചകന്മാർ കഴിഞ്ഞാൽ പിന്നെ അത്യുന്നതങ്ങളിൽ നിൽക്കുന്ന മനുഷ്യൻ. പിന്നെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണ്. നോക്കൂ നിങ്ങൾ, നല്ലവരങ്ങനെയാണ് അടുക്കുക. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവ്വറല്ലാഹു മർഖദഹു എന്ന മഹാന്റെ മഹത്തായ നേതൃത്വത്തിലാണല്ലോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടായത്. നമ്മുടെയൊക്കെ ഓർമ്മയുള്ള കാലഘട്ടം 4 പതിറ്റാണ്ട് കാലം കേരളക്കരയിൽ ഓടി നടന്ന് അഹ്ലുസുന്ന വൽ ജമാഅക്ക് വേണ്ടി യത്നിച്ച അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ ഉന്നതമായ സ്ഥാനം വഹിക്കുകയും ഒരുപാട് കറാമത്തുകൾ ജീവിതത്തിലും മരണത്തിലും കാണിക്കുകയും ചെയ്ത നമ്മുടെ ഉസ്താദുമാരുടെ ഉസ്താദായ ശൈഖുനാ ശംസുൽ ഉലമാ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു മഹാനവറുകളും ഒരുമിച്ച് കിടക്കുന്നവരാണ്. കണ്ടില്ലേ, നല്ല അയൽവാസികളായിട്ട് അല്ലാഹു തആല അവർക്ക് അവസരം നൽകുകയാണ്. ചില ആളുകൾ നല്ല അയൽവാസികളുടെ ഇടയിൽ വരാനുള്ള സാധ്യത ഉണ്ടാവില്ല. അവരാണ് പ്രിയപ്പെട്ടവരെ ഏകരായി അല്ലാഹു തമ്പുരാന് വേണ്ടി ഏകരായി മറവിട്ട് കിടന്ന് വലിയ വലിയ മഖ്ബറകളിൽ അന്തി ഉറങ്ങുന്നത് വലിയ വലിയ മഹാന്മാർ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടക്കമുള്ള മഹാന്മാർ നമ്മെ ബോധ്യപ്പെടുത്തുന്ന കാര്യവും അതാണ്. നമ്മെ അങ്ങനെ താഴ്ത്തുന്ന ആരംഗം എന്നിട്ട് അവിടെ വെച്ച് പറയപ്പെടുമല്ലോ, അല്ലാഹുമ്മ ജാഫിൽ അർള അൻ ജംബി, അല്ലെങ്കിൽ അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബി. അല്ലാഹുവേ, ഖബറിന്റെ 2 ഭാഗങ്ങളും ഈ മനുഷ്യനിൽ നിന്ന് നീ അകറ്റണമേ. അതൊരു വല്ലാത്ത പ്രാർത്ഥന തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഹുദൈഫ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരിക്കൽ ഞങ്ങൾ നബിയോടുകൂടെ ഒരു ജനാസ സംസ്കരണത്തിൽ പങ്കെടുത്തു. അവിടുന്ന് ആ ഖബറിന്റെ അവിടെ ഇരുന്നു. ഖഅദ അലാ ശിഖ്ഖിഹി, അവിടുന്ന് ആ ഖബറിന്റെ അവിടെ ഇരുന്നു. ഫജഅല യുറദ്ദിദു ബസറഹു ഫീ, ഇടയ്ക്കിടയ്ക്ക് ആ ഖബറിലേക്ക് നോക്കും, എന്നിട്ട് മുകളിലേക്ക് നോക്കും. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അവിടുന്ന് പറയുകയാണ്, യുൽഗതു ഫീഹിൽ മുഅ്മിനു, ഏതൊരു മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ പോലും ആ മനുഷ്യൻ ഖബറിന്റെ ഉള്ളിൽ പരസ്പരം കൂട്ടിച്ചേർക്കപ്പെടും, പരസ്പരം കൂട്ടപ്പെടും. എത്രത്തോളം എന്ന് വെച്ചാൽ ആ ഖബറിന്റെ ഉള്ളിൽ നിന്ന് അവന്റെ ശരീരം കൂടുമ്പോ അവന്റെ വാരിയെല്ലുകൾ പരസ്പരം കോർക്കപ്പെടുകയും അത് മുറിക്കപ്പെടുന്ന ശബ്ദം ആകാശഭൂമികൾക്കിടയിൽ കേൾക്കപ്പെടുകയും ചെയ്യുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. നമ്മളുടെ എത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാലും കാണാൻ കഴിയില്ല. ഹബീബായ നബി തിരുമേനി പറയുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്ത് സംസ്കരണത്തെ കുറിച്ച് ഹദീസിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്ത് അടക്കം ചെയ്യപ്പെടുകയാണ്. ഫസബ്ബഹ റസൂലുള്ളാഹ്, പെട്ടെന്നുണ്ട് റസൂലുള്ളാഹി സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അപ്പൊ ജനങ്ങളും ചൊല്ലി സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. പെട്ടെന്ന് റസൂലുള്ള പറഞ്ഞു അല്ലാഹു അക്ബർ. അപ്പൊ ജനങ്ങളും പറഞ്ഞു അല്ലാഹു അക്ബർ. കുറച്ചു കഴിഞ്ഞപ്പോ ജനങ്ങൾ ചോദിച്ചു, നബിയേ, ജനങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് ലിമ സബ്ബഹത, എന്തിനാ നബി ഇങ്ങനെ തസ്ബീഹ് ചൊല്ലിയത്? സഅദ് ബിൻ മുആദ് എന്ന അൻസ്വാരികളുടെ നേതാവായിരുന്ന വളരെ ചുറുചുറുക്കുണ്ടായിരുന്ന പ്രവർത്തകൻ, സ്വഹാബികളിൽ അദ്വിതീയനും പ്രഗൽഭനുമായിരുന്ന ആ മഹാനായ മനുഷ്യനെ സംബന്ധിച്ച് റസൂലുള്ള പറയുകയാണ്, ലഖദ് തലായഖ അലാ ഹാദർ റജുലി സ്വാലിഹി ഖബറുഹു, ഈ നല്ല മനുഷ്യനെ പോലും ഖബർ ഇടുക്കി കളഞ്ഞു. നോക്ക് നിങ്ങൾ, റസൂലുള്ള പറയുകയാണ്, അങ്ങനെ ഞാൻ ദുആ ചെയ്തപ്പോൾ ആ ദുആ കൊണ്ട് അല്ലാഹു എന്നെ ആ സഹോദരനെ രക്ഷിച്ചു.
ലൗ നജാ മിൻ ലമ്മത്തിൽ ഖബരി അഹദുൻ, ഖബറിന്റെ ഇടുക്കലിൽ നിന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ ലനജാ സഅദ് ഇബ്നു മുആദ്, ഈ സഅദ് ഇബ്നു മുആദ് രക്ഷപ്പെടുമായിരുന്നു എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.